ഗുഡ് മോർണിംഗ് മക്കൾ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്താലോ? ഫ്രീക്വൻസി ടേബിൾ വെച്ച് മീഡിയം കണ്ടുപിടിക്കും. മീഡിയം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അത് വെറും മീഡിയം ആയിട്ട് അത് കണ്ടുപിടിക്കാം. ഇങ്ങനെ തന്നിരിക്കുകയാണ് ഫ്രീക്വൻസി ചെയ്ത് മീഡിയം കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഈ ടേബിൾ നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദ ടേബിൾ ഷോസ് ദ സ്റ്റുഡൻസ് ഓഫ് മാത്സ് ക്ലബ് അക്കോർഡിംഗ് ടു ദ ഹൈറ്റ് വിച്ച് ഹൈറ്റ് ഈസ് ടേക്കൺ ആസ് മീഡിയൻ. ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. ഇതാണ് ടേബിൾ വന്നിരിക്കുന്നത്. 122 ഇത് ഹൈറ്റ് സെന്റിമീറ്ററിൽ. നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. 120 to 132, 130 to 147, 140 to 150, 10, 150 to 160, 5, 160 to 171. ഇതിലൊരു കാര്യമുണ്ട്. ഇവിടെ ടോട്ടലും തന്നിട്ടുണ്ട് 25. നമ്മൾ എപ്പോഴും ഇത് പ്രതീക്ഷിക്കരുത്. ടോട്ടൽ തരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ അവർ തരും, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങുവാണ്. ഇത് നമ്മുടെ ആൻസർ ടേബിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ വരയ്ക്കേണ്ട സാധനമാണ്. എന്നെ എഴുതുന്നേ ഇതാണ് നമ്മൾ എഴുതുന്നത്. ഈ ഭാഗത്ത് എടുത്തിട്ട് ബിലോ 130, 140, 150, 160, 170 എഴുതി. ഞാൻ ആദ്യം ഏത് എഴുതും? ഏത് സംഖ്യ എഴുതും? നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 2 എഴുതി അല്ലേ? ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതിന് അടുത്ത എഴുതും ബിലോ 140 എന്ന് പറയുമ്പോൾ രണ്ടുകൂടെ കൂട്ടിയിട്ട് എഴുതണ്ടേ. 7 + 2 9. ഇനി അടുത്ത 150 എഴുതുമ്പം ഇതുകൊണ്ടുകൂടെ 10 കൂടെ കൂട്ടും. അപ്പൊ എത്ര വരും? 19. ഇതിനോടാ കൂട്ടണം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടണം, 24. പിന്നെ അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 24 + 1 25. കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആൻസർ തെറ്റിയോ എന്ന് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഈ ടോട്ടൽ നമ്മൾ ഇത് എഴുതി വരുമ്പോൾ ടോട്ടൽ ആയിരിക്കണം അവസാനത്തെ വാല്യൂ വരേണ്ടത്. അതല്ല വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ തെറ്റി. അത് കാരണം അതൊന്നും കൂടെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചതാണ്. ഇനി സ്റ്റെപ്പുകൾ എഴുതി തുടങ്ങും. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ സ്റ്റെപ്പ് വൈസ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം എന്തായിരിക്കണം? എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ മീഡിയൻ വാല്യൂ കിടക്കുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ മറ്റേത് ചെയ്യുമ്പോഴും അതുപോലെ ചെയ്യാറുണ്ട്. ഏതാ വാല്യൂസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോഴും നമ്മൾ എത്രാമത്തെ പൊസിഷനിലാണ് കണ്ടുപിടിക്കണം. സെയിം ഫോമിലാണ്. എന്താണ്? n+1/2. അത്രയേ ഉള്ളൂ. ഇവിടെ എന്നു പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? മൊത്തം നമ്പേഴ്സ് എത്ര ഉണ്ടെന്നാണ്. ഇവിടെ എത്ര നമ്പേഴ്സ് ആണുള്ളത്? ടോട്ടൽ 25 ആണ്. അപ്പം പൊസിഷൻ ഓഫ് മക്കളെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. അതിനൊക്കെ മാർക്കുണ്ട്. n+1/2 ആണ് അല്ലേ? n എത്രയാണ്? 25 + 1/2, ദാറ്റ് ഈസ് 26/2 = 30. അപ്പൊ എത്രാമത്തെ പൊസിഷനിലാണ് മീഡിയം കിടക്കുന്നത്? 30th പൊസിഷൻ. മനസ്സിലായല്ലോ? ഇനി ഒന്നുകൂടെ ഇപ്പൊ അതായത് പഠിച്ചതൊക്കെ പോട്ടെ. ഇനി മറന്നുപോയെങ്കിൽ തന്നെ ഇതൊന്ന് കിട്ടിയിട്ട് ഒന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് നമ്മൾ ചെയ്യും. അപ്പം 13th പൊസിഷൻ. 13th പൊസിഷനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത തന്നെ മക്കളെ ചെയ്യുന്നത് 13th എവിടെ കിടക്കും നോക്കും. എവിടെയാ? 9ഉം 19ഉം ഇടയ്ക്കാണ് 13 വരുന്നത്. ആണോ? നമ്മുടെ നമ്പറിലാണ് നോക്കണ്ടേ. 13th എവിടെ വരും? 9ലും 19ഉം. അപ്പം അത് നേരെയുള്ളത് ഏതാണ്? 140, 150. അപ്പൊ അതാണ് നമ്മുടെ ക്ലാസ്. അതൊന്ന് എഴുതിയിടാം, മീഡിയൻ ക്ലാസ്. അത് അത്യാവശ്യമാണ് അറിഞ്ഞിരിക്കണം. അത് വെച്ചാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. ക്ലാസ് ഏതാണ്? 140 to 150. ചിലപ്പോൾ ക്ലാസ് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് എഴുതിക്കോ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നാണ്? ഡി, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹൈറ്റിന്റെ ക്ലാസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, ഈ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ ഡി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ, അപ്പൊ സ്റ്റെപ്പ് എങ്ങനെ എഴുതും? ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് എത്ര, എവിടെ തൊട്ട് എവിടെ വരെ? 140 to 150. 140 to 150 ഉള്ള ക്ലാസിന്റെ ഡിഫറൻസ്, അതായത് 150 140 കുറയ്ക്കുക. എത്ര കിട്ടും? 10. ആദ്യം ഇത് എഴുതണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഇപ്പുറത്തെ എടുത്ത് ചെയ്യല്ലേ. വാല്യൂസ് സെയിം ആണെങ്കിൽ പ്രശ്നമില്ല. ചിലപ്പോൾ വാല്യൂസ് വ്യത്യാസമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഡിവിഷൻ വരുമ്പോൾ തെറ്റിപ്പോകും. ഇനി അടുത്തത് നമ്പറാണ്. അത് നിങ്ങൾ എഴുതുക. ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് എത്രയാണ്? നമ്പേഴ്സ് 140 to 150. നമ്പർ ബിറ്റ്വീൻ ക്ലാസ്, നമ്പേഴ്സ് ബിറ്റ്വീൻ ക്ലാസ് അങ്ങനെ എഴുതണേ. = എത്രയാണ്? 19 - 9. അത് എത്രയാണ്? 10. ഞാൻ പറഞ്ഞു ഇവിടെ സെയിം ആയിട്ട് ഒരു പ്രശ്നമില്ല. ഇനിയാണ് ഡി കണ്ടുപിടിക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ, അതായത് ഈ ക്ലാസിന്റെ ഡിഫറൻസിനെ നമ്മുടെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 / 10 that = 1. ഇവിടെ 2 10 ആയതുകൊണ്ട് പ്രശ്നമില്ല. വ്യത്യാസമായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഇവരുടെ അടുത്ത് എഴുതിയിരുന്ന എന്ത് ചെയ്തു? തെറ്റിപ്പോയാൽ. അപ്പൊ ആദ്യം
ഇവരുടേത് എഴുതിയിട്ട് അതിനെയാണ് വേണം നമ്മൾ നമ്പേഴ്സിനോട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടി. നിങ്ങൾ കൂട്ടാക്കട്ടെ. അപ്പൊ എത്രാമത്തെ പൊസിഷനിലാണ്? 13th പൊസിഷനിലും മീഡിയം കിടക്കുന്നത് 13th പൊസിഷനിലും കോമൺ ഡിഫറൻസ് 1. ഓക്കെ, അപ്പൊ നമ്മള് എന്നാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്? അപ്പൊ 13th പൊസിഷനിലെ വാല്യൂ എത്രയാണെന്ന് അറിയണ്ടേ? അപ്പം ഇവിടെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഹൈറ്റ് ആണ്. ഹൈറ്റ് അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഹൈറ്റ് അറ്റ് 13th പൊസിഷൻ. 13th പൊസിഷനിലെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 13th പൊസിഷനിലെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 13th പൊസിഷനിലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 140 to 150 അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിന് തൊട്ടടുത്ത് 9ന്റെ തൊട്ടടുത്തുള്ളതാണ് 10. ഹൈറ്റ് അറ്റ് 10th പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോറി കേട്ടോ, 13 നമ്മുടെ മീഡിയൻ ആണ്. അത് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? നമ്മൾ മീഡിയൻ എടുത്തല്ലോ, നമ്മുടെ വാല്യൂ 13th പൊസിഷനാണ് കിട്ടുന്നത്. ഏതിന്റെ ഇടയ്ക്കാണ് കിട്ടിയത്? 19ന്റെ ഇടയ്ക്കാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് 9ന്റെ തൊട്ടടുത്തുള്ളത് ഏതാണ്? 10th പൊസിഷൻ ആയിരിക്കും. ചിലപ്പോൾ എക്സാമിന് ആദ്യം ചോദിക്കും 10th പൊസിഷനിൽ, ചിലപ്പോൾ പ്രത്യേകം കാണാൻ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കണമെന്നല്ല. അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ 10th പൊസിഷനെ കാണണം. 10th പൊസിഷന്റെ എങ്ങനെ കാണുന്നത്? ഇത് 140 ഏത് വാല്യാണ്? 140 പ്ലസ് ഇതിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. 140യുടെ കൂടെ കോമൺ ഡിഫറൻസ് 1 അല്ലേ? 1 കൂട്ടുമ്പോൾ എത്ര വരും? 141 ഡിവൈഡഡ് ബൈ 2. മക്കളെ മനസ്സിലായോ? ഇത് തെറ്റിക്കല്ലേ? അതായത് ഇവിടെ തരുന്നതിന്റെ 10th പൊസിഷനിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. 10th പൊസിഷൻ കാണാൻ കാരണം നമ്മുടെ മീഡിയം കിടക്കുന്നത് 9ഉം 19ന്റെ ഇടയ്ക്ക്. 13th ആണ് മീഡിയം, അതിന്റെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ 9ന്റെ തൊട്ടടുത്തുള്ളത് അതാണ് 10th കാണുന്നത് എങ്ങനെയാണ്? 10ന് നേരെയുള്ള ക്ലാസ് ഏതാണ്? 140 പ്ലസ് അടുത്തത് എഴുതേണ്ടത് ഈ 140യുടെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് അത് കൂട്ടുക. 1 ആണ് കോമൺ ഡിഫറൻസ്. കൂട്ടി 140/2. അപ്പൊ എത്ര വരും? 281/2 എന്ന് കിട്ടും. 281/2 എന്ന് ചെയ്തേ, ഡിവൈഡ് ചെയ്തേ. 1 2 2 4 2 8. ഒന്ന് ഇറക്കി എഴുതി, അടങ്ങത്തില്ല, 0 കൊടുക്കണം. ഒരു സാധനം ഇറക്കി എഴുതുമ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ 0 കൊടുത്തിട്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? പോയിന്റ് കൊടുക്കാവുള്ളൂ. അല്ലാതെ പോയിന്റ് കൊടുക്കല്ലേ കേട്ടോ. ഡിവിഷന്റെ കാര്യത്തിൽ മിക്കപ്പോഴും തെറ്റുന്നതാണ് എല്ലാവർക്കും. അപ്പൊ ആൻസർ എത്രയാണ്? 140.5. ഇത്രയും സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അത്രയാണ് 10th പൊസിഷനിലുള്ള ആള് ഹൈറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്മുടെ മീഡിയൻ അറ്റ് എത്രയാമത്തെ പൊസിഷനാണ്? 13th പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ 10th പൊസിഷന്റെ മീഡിയൻ പ്ലസ് ഇനി 10th തൊട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എത്ര വരെയാ? 10th വരെ. 10th കണ്ടുപിടിക്കേണ്ടത് എത്രയിലാണ്? 13 10 തൊട്ട് 13 വരെ എത്രയുണ്ട്? 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? കോമൺ ഡിഫറൻസിൽ നമ്മൾ ഡി എന്നാണ് എഴുതുന്നത്. കോമൺ ഡിഫറൻസ് എന്ന് എഴുതണമെന്നില്ല, അതിന് വരെ എന്ത് എഴുതിയാൽ മതി? ഡി എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ മക്കളെ? തെറ്റിക്കല്ല. അതിനാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. നമ്മുടെ മീഡിയനായ 13th പൊസിഷനിൽ കാണണമെങ്കിൽ നമ്മൾ 10ന്റെ കണ്ടു. 10th പൊസിഷന്റെ പ്ലസ് പിന്നെ 10th അല്ലേ കണ്ടത്? നമ്മുടെ മീഡിയൻ എവിടെ കിടക്കുന്നത്? 13. അപ്പൊ 10 തൊട്ട് 13 വരെ എത്രയുണ്ട്? 3. ആ 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. അപ്പൊ 10ന്റെ ആൻസർ എത്രയായിരുന്നു? 140.5 പ്ലസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1 അല്ലേ? അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. 140.5 പ്ലസ് 3. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 143.5 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ മീഡിയൻ. മനസ്സിലായോ? അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ഒന്ന് ഓർത്താൽ മതി. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ മീഡിയൻ എവിടെ കിടക്കുന്നത്? മീഡിയൻ കണ്ടുപിടിക്കുന്നത് n+1/2. നമ്മൾ മറ്റേ ചെയ്യുന്ന പോലെ തന്നെ 2 മാർക്കിന്റെ മീഡിയൻ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മുടെ ക്ലാസ് കണ്ടുപിടിച്ചു. പിന്നെ ആ ക്ലാസ്സിന്റെ ഡിഫറൻസ്, അതിൻ്റെതായിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ്, അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട, നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ്സിന്റെ തൊട്ടടുത്തുള്ള നമ്പറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് നേരെയുള്ള ക്ലാസ് എടുക്കുക, അതേ പ്ലസ് നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണോ അതും കൂടെ കൂട്ടിയിട്ട് നെക്സ്റ്റ് സംഖ്യ എടുക്കുക, /2 ചെയ്ത് അത് കിട്ടും. ഇനി നമ്മുടെ മീഡിയനായ 13th പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ 10th പൊസിഷൻ പ്ലസ് 10th തൊട്ട്
നമ്മൾ കണ്ടുപിടിച്ച് 10th തൊട്ട് നമ്മുടെ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിച്ചില്ലേ 30, അതുവരെ എത്രയുണ്ട്? ഓരോന്നിനും വ്യത്യാസമാട്ടെ. ഇതിന് ഇവിടെ 13 കിട്ടിയത്. അതുവരെ എത്ര ഡിഫറൻസ് ഉണ്ട്? 3 ഡിഫറൻസ്. 10 തൊട്ട് 13 വരെ 3 ഡിഫറൻസ് അല്ലേ? അത് ഇൻറ്റു കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. എളുപ്പമല്ലേ? ഇത് മാർക്ക് മേടിക്കണം. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തു, മാർക്ക് മേടിക്കണം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതട്ടെ കേട്ടോ എല്ലാവരും. താങ്ക് യു.